ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തികച്ചും ഒരു നാടൻ രീതിയിലുള്ളൊരു കുക്കിങ്ങാണ് നടത്തുന്നത്. നമുക്കിന്ന് വെളിയിൽ ഒരു അടുപ്പൊക്കെ കൂട്ടി ഒരു നാടൻ പന്നിക്കറി വയ്ക്കാം. നമുക്ക് പോയിട്ട് അടുപ്പ് കൂട്ടാം. വിറകടുപ്പിൽ വേവിക്കുന്ന ഒരു പന്നിയിറച്ചിക്കറി തയ്യാറാക്കാമെന്ന് ഓർത്തോണ്ട് ഞങ്ങൾ മുറ്റത്തൊരു അടുപ്പ് കൂട്ടി ഞങ്ങൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാണേ. അപ്പോൾ തീ ഇപ്പോൾ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഉരുളിക്കകത്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഉരുളി അടുപ്പിലേക്ക് വയ്ക്കാം. ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുപ്പിൽ തീ കത്തിച്ച് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങ കൊത്തി ഇതും കൂടെ ഇട്ട് മൂപ്പിക്കാനായിട്ട് പോകണം. കടുകൊന്നും ഇട്ടിട്ടില്ല. ചെറിയുടെ കഴുക്കോല് പൊളിച്ച തികത്തിക്കുന്നു പറഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം വേണമെന്ന് പിള്ളേർ പറഞ്ഞതുകൊണ്ട് എന്നാൽ ഇന്ന് ഭക്ഷണം പുറത്താക്കിയേക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ പരീക്ഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ലേ മോനെ? തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇടാനാണോ? പൊടികളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കണം. ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ ഗരം മസാല ചേർത്തില്ലായിരുന്നു. ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇത് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള മസാല അല്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. വീണ്ടും ഇത് മൂടി വയ്ക്കും. ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഇച്ചിരി കൂടെ, കാരണം അടുപ്പിൽ ഇങ്ങനത്തെ തീ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വറ്റാൻ ചാൻസ് ഉണ്ട്. വേഗാതെ അങ്ങോട്ട് വെള്ളം വരും. എന്തായി ഇതിൻ്റെ അവസ്ഥ നോക്കാം. ആഹാ, നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ പുക കുറെ കാലമായിട്ട് അടിക്കാതിരുന്നോട്ടേ പുക മൊത്തത്തേക്ക് അടിക്കുന്നു. ഒരു ശകലം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വാങ്ങുമോ? 10 മിനിറ്റോടെ ഇരുന്നാൽ മതിയായിരുന്നു. നല്ല പന്നിയിറച്ചിയൊക്കെ കറി വെച്ചിട്ട് കപ്പയൊക്കെ പുഴുങ്ങിയത് കണ്ടു. പനങ്ങളൊക്കെ മേടിച്ച് വെച്ചിരുന്നത് ഇപ്പം നാട്ടിലാണെങ്കിൽ നല്ല സുഖമായിട്ട് അടിക്കാൻ പറ്റിയ സമയമാണ്. സന്ധ്യാസമയത്ത് പണ്ടൊക്കെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷാപ്പുണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ അതിൻ്റെ റേഷൻ കടയിൽ പോകുമ്പോൾ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി സ്കൂൾ വിട്ട് കഴിയുമ്പോൾ വൈകുന്നേരമാണല്ലോ റേഷൻ കടയിൽ പോകുമ്പോൾ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഷാപ്പിൻ്റെ ഭാഗത്ത് കൂടെ പോകുമ്പോഴല്ലോ, അപ്പോൾ ആ ഷാപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയൊക്കെ ഞങ്ങൾ കുറുക്കിന് അങ്ങോട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇനി അടുക്കള ഭാഗത്ത് കൂടി അങ്ങോട്ട് കടന്നു പോകുന്നു. അപ്പം നല്ല പന്നിയിറച്ചി വരത്തിൻ്റെ ഒക്കെ ഇങ്ങനെ മണം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഇതിനകത്ത് കയറി കഴിക്കണമെന്ന്. അത് കഴിഞ്ഞ് ഒരു കഴിച്ചു. പിന്നെ കഴിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ കൂട്ടുകാരെ കൂടെ പോയി ഒരു ദിവസം ട്രാഫിക് കയറി ഇങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കയറിക്കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളെ അറിയുന്നതാണ് അവിടുത്തെ വിൽപ്പനക്കാരൻ. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം കരക്കാരൻ ഞങ്ങളുടെ വാർഡൊക്കെ വെച്ച് പറഞ്ഞു, അവരോട് ചർച്ച നടത്തിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അതൊന്നും മാറി പോരാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ മാറാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിൽ കൂടി കടന്നു പോവുക. അന്നേരം ഉണ്ട്
ഈ പുള്ളി അവിടുന്ന് അല്ലല്ല പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരുവാ. അന്നേരം പുള്ളി ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അവൻ വിചാരിച്ചു പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് വിചാരിച്ച് പേടിച്ച് വറച്ച് നിൽക്കുക. അന്നേരം പുള്ളി വളരെ സരസമായിട്ട് പറയാം, എന്നാൽ പിന്നെ അമ്മച്ചിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാം, ഇന്നിപ്പോൾ അത്താഴം വെക്കണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇതും തുറന്നേ എന്തായി നോക്കാം. വെള്ളം കൂടുതലാണോ? 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചായിരുന്നല്ലേ? 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചു കാരണം ഇത്രയും തീ ചെല്ലുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട്. ഇതിപ്പോ ഒലത്താനാണോ ഉദ്ദേശം അതോ ഇത് കുറുകിയിരിക്കുന്നതിന്? കുറുകിയിരിക്കുന്നതിൽ നമുക്ക് കപ്പയ്ക്ക് ചെണ്ടക്കപ്പയും. ചെണ്ടക്കപ്പയാണോ? ഈ പാലക്കാട് ഒരു പ്രത്യേക സാധനമാണ് ഈ ചെണ്ടക്കപ്പ എന്ന് പറയുന്നത്. നല്ല അത് നല്ല സിലോങ്കപ്പയുടെ സിലോങ്കപ്പ കഴിച്ചിട്ടുണ്ടോ? പക്ഷെ ഏറ്റവും ടേസ്റ്റുള്ള ചെണ്ടക്കപ്പ പുഴുങ്ങാൻ ഏറ്റവും നല്ല ടേസ്റ്റുള്ള കപ്പയെന്ന് പറയുന്നത് സിലോൺ കപ്പയാണ്. അത് ചെറിയ അതിൻ്റെ അകത്തെ കൊണ്ട് ഏത് ഇളം റോസ് കളറാണ്. അധികം ഒന്നും ഉണ്ടാകില്ല, ഒരു 2-3 കിലോ. പന്നി റെഡി ആകുമ്പോഴത്തേക്കും കപ്പ സെറ്റപ്പ് ചെയ്യണം. അപ്പം ഞാൻ അന്നേരത്തേക്ക് ഈ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉള്ള തയ്യാറാക്കാം. അപ്പോൾ ഇതന്നെ നമ്മുടെ കറി ഏകദേശം റെഡിയായി കേട്ടോ. നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ചെറുതീയിൽ ഇന്നൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്, കടുവൊന്നും പൊട്ടിക്കുന്നില്ല, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പണ്ടത്തെ സ്റ്റൈലാണ്. പണ്ട് അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റൈലാണ്. തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് സവോളയൊന്നും ചേർക്കാത്തൊരു പോർക്ക് കറി. പോർക്കെന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല, പന്നിക്കറി എന്ന് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. അപ്പം അതാണിത്. കറിവേപ്പിലയും ധാരാളം കറിവേപ്പില ചേർക്കണം. പക്ഷെ നമുക്ക് ക്ഷാമമായതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം. ഈ വെളിച്ചെണ്ണയുടെ സ്വാദാണ് നമുക്ക് കൂടുതൽ, വെളിച്ചെണ്ണയിൽ വരുത്തുന്ന സ്വാദാണ് നമുക്ക് കിട്ടുക, പച്ച വെളിച്ചെണ്ണയുടെ രുചി. ഒത്തിരി നാളായി ഞങ്ങളിങ്ങനെ വെളിയിൽ തീ കത്തിച്ച് നമുക്കിങ്ങനെ കപ്പ ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടാക്കണം, വലിയ കപ്പ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴാണ് സാധിച്ചത്. അത്ര പെർഫെക്ഷനോടുകൂടി ഒന്നും അല്ല, എന്നാൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു. പക്ഷേ ഇതിന് കറിക്ക് നല്ല രുചിയുണ്ട്. സാധാരണ നമ്മൾ അടുപ്പിൽ വേവിക്കുന്ന അല്ലെ കുക്കറിൽ വേവിക്കുന്ന ഇറച്ചിയുടെ ടേസ്റ്റ് അല്ല, വിറകടുപ്പയിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണല്ലോ, ആ ടേസ്റ്റ് ഇതിനുണ്ട്. നല്ല പന്നിയിറച്ചി ഇങ്ങനെ നല്ല ഒലന്ന് വരുന്നുണ്ട്, കുറുകി. നമ്മൾ എല്ലാവരും സ്റ്റൗവിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് പഠിച്ചു പോയി. ഈ സാധനം ഒന്ന് കഴിച്ച് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ആഹാ, ഇതാണെങ്കിലുണ്ടല്ലോ നമ്മളെപ്പോഴും ഈ സ്റ്റൗവിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ ചെട്ടിയുടെയൊക്കെ ചോട്ടി പിടിക്കുന്നത്? ഇതുണ്ടോ? ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഒരു തുള്ളി പോലും പിടിക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഇത് കിടന്ന് ഇങ്ങനെ തന്നെ ഇളക്കാനും നല്ല സുഖം. ഈ സ്റ്റൗവിലാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് തീ ആയതുകൊണ്ട് തീക്ക് ചൂട് കുറവാണ്. അപ്പം ഇത് സാധനം നന്നായിട്ട് വേകുകയും ചെയ്യും, നല്ല ഒലന്ന് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലർ നന്നായിട്ടോ നല്ല ഒലർന്ന് നല്ല എന്നാ പറയുന്നത് നല്ല കറുത്ത കളർ വരുന്നിടം വരെ വലത്തും. പക്ഷേ ഞങ്ങളുടെ കപ്പ എന്ന് പറയുന്നത് ചെണ്ടക്കപ്പയാണ്. അപ്പോൾ അതിന് ഇത് കഴിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ചെറിയ ഒരു ഇച്ചിരി ചാറിൻ്റെ ഒരു മയമൊക്കെ വേണം, ഒരു പൊതേനായിട്ടിരിക്കണം. ഇങ്ങനെ ചെണ്ടക്കപ്പയും കൂട്ടി കഴിക്കാനുള്ള ഭാഗത്തിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇതാ കപ്പയും പന്നിയും കഴിക്കാൻ വേണ്ടിയുള്ള വാഴയിലൊക്കെ ഞങ്ങൾ വെട്ടി റെഡിയാക്കി വെച്ചപ്പോഴാണ്. ഇത് ഇനിയിപ്പോൾ അവിടെ ഇരിക്കുന്ന ഈ സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പം കപ്പ ഞങ്ങൾ ഇവിടെയല്ല വേവിച്ചത്, കപ്പ കുക്കറിലാണ് വേവിച്ചത്. കാരണം ഇച്ചിരി വേവ് കൂടുതലുള്ള കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നല്ല
ചെണ്ടക്കപ്പ. എത്ര മതി അല്ലേ? മതി അത് മതി. ആവി പറക്കുന്ന ചെണ്ടക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കറിയും കൂടി ഇങ്ങെടുത്തുണ്ട് പോലെ. മണം അടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ആണോ? എന്നാ ഞാൻ പിടിച്ചോ. പിള്ളേരെ കഴിച്ചു തുടങ്ങിക്കോ. കേട്ടോ പൊട്ടിച്ച് ഇങ്ങനെയുണ്ട്. ഞാൻ നോക്കട്ടെ. നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതല്ലെന്നാണ് വിചാരിച്ചത്. നല്ലതാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഫസ്റ്റ് ക്ലാസ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സോറി, ഞാൻ വീഡിയോ ക്ലിയർ ആണോ നോക്കാൻ പോയതാണ്. അതിനിപ്പോൾ ഇവർ ആക്രാന്തം പിടിച്ച് തീർക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങ് പോകുന്നതാണേ. പിള്ളേരെ പതുക്കെ മതി കേട്ടോ. നല്ല ചൂടാണ്, നിങ്ങൾ പതുക്കെ കഴിച്ചാൽ മതി. അതെ, അടിപൊളി സാധനമാണ്. ആക്രാന്തം പിടിക്കണ്ട, പതുക്കെ കഴിച്ചാൽ മതി. നല്ല സൂപ്പറാട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ നാട്ടിലെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി ഇങ്ങനെ തരുമ്പോൾ നല്ല രുചിയോടെ നമ്മൾ കഴിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ കരി പറ്റുന്നതല്ല എൻ്റെ പ്രശ്നം. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല ഭയങ്കര ചൂടുണ്ടല്ലോ. ആ ചൂടത്ത് പിന്നെ അടുപ്പം കല്ലും കൂടെ നിൽക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര പ്രയാസമാണ്. മീൻസ് എൻ്റെ വീട്ടിൽ ചെന്നാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അത്രയും ചൂടില്ല. പക്ഷെ ഇവിടെ പാലായിലൊക്കെ ഭയങ്കര ചൂടാകുമ്പോൾ എനിക്ക് അടുപ്പത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ചെയ്തപ്പോൾ കൂളായിട്ട് നമ്മൾ ചെയ്തു. അത്ര വലിയ ഇപ്പം നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. ഇപ്പം നല്ല സുഖമായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തു. ടേസ്റ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിലും ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമാണ്. അങ്ങനെയുണ്ടോ നിങ്ങൾ രണ്ടുപേരും പറ. അപ്പോൾ അവസാനം വാഴയിലേക്ക് നോക്കിയേ. ഇത് പെരുന്നാൾ കഴിഞ്ഞ് പള്ളിപ്പറമ്പ് പോലെയായി. അത്രയും പന്നിയിറച്ചി കോരിയിട്ടതാണേ. അതെല്ലാം കൂടെ അടിച്ച് പരിപാടി തീർത്തു. ഓക്കെ, എനിവേ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പന്നിയിറച്ചി കിട്ടുവാണെങ്കിൽ ഇതുപോലെ നെയ്യ് ഇറച്ചിയും കൂടെ കൂട്ടിയുള്ള ഇറച്ചി മേടിക്കണം. പ്രൈസ് എന്തായാലും നല്ലതായിരുന്നു. ഇത് ഇവിടുത്തെ മോർസനായിരുന്നു അല്ലേ? നല്ല ഇറച്ചിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ.